ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈയുടെ ഒരു 12 ഇഞ്ച് സബ് വൂഫറാണ്. ഏകദേശം 420 വാട്ട്സ് RMSും 1800 വാട്ട്സ് പീക്ക് പവറും തരാൻ ശേഷിയുള്ള ഒരു നല്ലൊരു സബ് വൂഫറാണ് ഹൈയുടെ സബ് വൂഫർ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നതെന്നും ഇത് എവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളതും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റിന് പറയാനുള്ളത്, ഇതൊരു ബാസ്ബോർഡ് കവറിലാണ് വരുന്നത്. സാധാരണ എല്ലാ സബ് വൂഫറും വരുന്നത് പോലെ തന്നെ ഒരു ബാസ്ബോർഡ് കവറിലാണ് വരുന്നത്. അല്ലാതെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. ഇനി ഇതിനകത്ത് ഈ സബ് വൂഫർ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഈ സബ് വൂഫർ ഈ ബോക്സിനകത്ത് വച്ചിരിക്കുന്നത്. സബ് വൂഫറിനൊന്നും പറ്റാത്ത രീതിയിലൊക്കെ തന്നെയാണ് വച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇത് വച്ചിട്ടുള്ളത്. ഏകദേശം നല്ല വലിപ്പമുണ്ട്. 12 ഇഞ്ചാണെങ്കിലും അതിൻ്റെ ബോഡി എല്ലാം കൂടെ ചേർന്നൊക്കെ നല്ല വലിപ്പമുണ്ട് ഈ സബ് വൂഫറിന്. എടുത്ത് പറയാം, ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു മാഗ്നറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബനാന സോക്കറ്റ് പോലത്തെ ഒരു ക്ലിപ്പ് ടൈപ്പ് വയർ കണക്ഷൻ കൊടുക്കാനുള്ള ക്ലിപ്പ് ടൈപ്പ് സോക്കറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും ബാക്കിയുള്ള ഫ്രെയിം ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. നമുക്ക് JBLലൊക്കെ ഉള്ളതിൻ്റെ അത്രയും ഇല്ലെന്നുണ്ടെങ്കിലും ഏകദേശം അതുമായിട്ട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-3.5 കിലോയോളം ഇതിന് വെയിറ്റ് വരും. എടുത്ത് പറയാനുള്ളത്, ഈ ഒരു റബ്ബർ ഭാഗം, ഇത് റബ്ബർ കർവായിട്ടുള്ള റബ്ബർ ഭാഗമാണ്. അതും ഇതിൻ്റെ ഈ ഒരു ഇത് പേപ്പറല്ല, ലെതറാണ്. ഏകദേശം ലെതർ പോലത്തെ ഒരു മെറ്റീരിയൽ, പ്ലാസ്റ്റിക് അല്ല, എന്തായാലും ലെതർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ കോണ് നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 5 ഇഞ്ചല്ല, ഏകദേശം അത്രയും ഒരു 4 ഇഞ്ചോളം വലിപ്പം വരും. ഇതിൻ്റെ ഒരു ഡസ്റ്റ് കോൺ വന്നിട്ട് ഏകദേശം അത്രയും വരും. പിന്നെ ഹൈ എന്നുള്ള ബ്രാൻഡിങ്, അത് സ്റ്റിക്കറാണ്. രാത്രി പ്രകാശം അടിക്കുന്നിടത്ത് തിളങ്ങുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിക്കർ വന്നിരിക്കുന്നത്. ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ പറഞ്ഞല്ലോ 420 വാട്ട്സ് പീക്ക് RMS ആണ് വരുന്നത്. അതായത് ഒരു 350-400 വാട്ട്സിനകത്ത് RMS തരുന്ന ബോർഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സബ് വൂഫർ തന്നെയാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ വില ഇനി പറഞ്ഞുതരാം. ഇതിൻ്റെ വില വരുന്നത് 2200 ഇത് ഞാൻ വാങ്ങിയ കട ട്രിവാൻഡ്രം തകരപ്പറമ്പിലുള്ള AB ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് 4 ohm ആണ്. ഈ സ്പീക്കർ, ഈ ഒരു സബ് വൂഫർ 4 ohm ആണ്. 8 ohm ഒന്നുമല്ല, DL കോയിലൊന്നുമല്ല, സാധാരണ നോർമൽ കോയിലൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പവർ RMS 420 വാട്ട്സ് RMS ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ്, ഈ ഹൈ എന്ന് പറയുന്ന ഒരു കമ്പനി ഡൈനിറ്റിയും കാട്ടിയും കുറച്ചും കൂടെയൊക്കെ നല്ല പെർഫോമൻസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു ബ്രാൻഡാണ്. ഇത് ചൈനീസ് മേഡൊന്നും അല്ല ഈ സാധനം. ഇത് വന്നിട്ട് തായ്വാനോ അങ്ങനെ എന്തോ അവിടെ ഏതോ സ്ഥലത്തുള്ളതാണ്. ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഇടുന്ന സമയത്ത്, ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഇടാം. അപ്പോഴും ഞാൻ ഇതിൻ്റെ മേഡ് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറയും. ഇത് എന്തായാലും മേഡ് ഇൻ ചൈന അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി ഈ സ്പീക്കറിനുണ്ട്. അതിൻ്റേതായ വില ഏകദേശം 2200. അതായത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു 12 ഇഞ്ച് സബ് വൂഫറാണ് ഹൈയുടെ സബ് വൂഫർ. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ 12 ഇഞ്ച് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സബ് വൂഫറായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. സോ നിങ്ങളിതെല്ലാം വാങ്ങുക, ഉപയോഗിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വിഷയമായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണുന്നതുവരെ ബൈ.